ഇതെന്റെ രണഭൂമി. ഇവിടെ തന്നെ ഞാൻ എന്റെ വാക്ക് പാലിക്കണം. ബർബരിക, നിന്റെ ഭാഗം ആർക്കൊപ്പമാണ്? ബലഹീനർക്കോണോ അതോ ശക്തർക്കോ? ഞാൻ എപ്പോഴും ബലഹീനരുടെ ഭാഗത്തായിരിക്കും, ഏത് സന്ദർഭത്തിലും. എന്നാൽ ഗുരുദക്ഷിണയായി നിനക്ക് നിന്റെ തല നൽകേണ്ടി വരും ബാർബരിക. നീ തയ്യാറാണോ? എന്റെ തല ഞാൻ സമർപ്പിക്കുന്നു. ധർമ്മത്തിനു വേണ്ടിയും സത്യത്തിനു വേണ്ടിയും ഞാനാണ് വിശ്വരൂപൻ. നിന്റെ തലയിലൂടെ സാക്ഷിയാകൂ ബാർബരിക. സമഗ്ര ധർമ്മയുദ്ധത്തിന്റെയും സാക്ഷി. ഭീമൻ ദുശാസനനെ നിലത്ത് തള്ളി വീഴ്ത്തി. ഓരോ അടിയിലും പ്രതികാരത്തിന്റെ തീപൊരി. ഘടോത്സജന് ആകാശത്ത് നിന്നിറങ്ങി. കർണന്റെ ശക്തിയാസ്ത്രം അതിനെ തുളച്ചു കയറി. ആകാശം പിളർന്നു പോയതുപോലെ. അഭിമന്യു അതിക്രമിച്ചു ചക്രവ്യൂഹം. ഒറ്റയ്ക്ക് ഒട്ടനവധി യോദ്ധാക്കളെ നേരിടുന്നു. പക്ഷേ മൃദുവായ ബാലഹൃദയം ധൈര്യത്തോടെയാണ് വീഴുന്നത്. അർജുനനും കർണനും ധർമ്മത്തിന്റെയും അഭിമാനത്തിന്റെയും ഏറ്റുമുട്ടൽ. ബാർബരികന്റെ തല ശാന്തമായി കാണുന്നു. ധർമ്മവും അധർമ്മവും പരസ്പരം ലയിക്കുന്ന ഈ മഹാസംഗ്രാമം, മഹാഭാരത യുദ്ധത്തിന്റെ നിശബ്ദ സാക്ഷിയായി ബാർബരികൻ ഇന്നും ദർശിക്കുന്നു. ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും യാഥാർത്ഥ്യം.